ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ബി ജോബിൻ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, 5ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ 4ാമത്തെ യൂണിറ്റാണ് കുടയോളം ഭൂമി. ഇതിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ അല്ലേ. വി ശ്രീലാൽ എഴുതിയ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. പുഴ നമ്മോട് എന്തോ പറയാനുണ്ട്, കേട്ടാലോ അല്ലേ? പുഴ നമ്മോട് എന്തോ പറയാനുണ്ട്, പുഴയ്ക്ക് നമ്മളോട് എന്തോ ഒന്ന് പറയാനുണ്ട്. അത് എന്താണ് നമുക്ക് കേട്ടാലോ എന്ന ഒരു തുടക്കവാചകത്തിലൂടെയാണ് നമ്മുടെ കഥയിലേക്കുള്ള ആരംഭം എന്ന് പറയുന്നത് അല്ലേ. പുഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുഴ ഒരു ആശ്വാസമാണ്, പ്രതീകമാണ്. വറ്റു വരണ്ട് കിടക്കുന്ന ഭൂമിയെ, ഉഷ്ണഭൂമി മഴക്കാടുകളെ നനയിപ്പിക്കുന്ന തണ്ണീർത്തടങ്ങളിൽ, നദീജലങ്ങളിലെ ആ തണുപ്പ് നൽകുന്ന പുണ്യ പാവന സ്മരണികയാണ് നമ്മുടെ പുഴ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. അനന്തകോടി വാക്കുകളിലെ കടന്നുകയറ്റമൊന്നുമില്ലെങ്കിൽ സാറ് പോകുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ പുഴ എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ് അല്ലേ. നമ്മുടെ ഉള്ളിലെ ചൂടിനെ, നമ്മുടെ വറ്റി വരേണ്ട ഉള്ളിലെ കാലാവസ്ഥയെ തണുപ്പിക്കുന്ന ജല സ്രോതസ്സാണ് പുഴ. ഈ പുഴയും ഒരു അമ്മൂമ്മയും തമ്മിലുള്ള ബന്ധം, ഒരു പുഴയും ഒരു മനുഷ്യ സ്ത്രീയും തമ്മിലുള്ള അഭേദ്യമായ ഉദാരമായ ബന്ധമാണ് ഈ കഥ പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെറുങ്ങനെ ചുരുക്കി അടിപൊളിയായിട്ടൊന്ന് പഠിച്ചു പോകാം. കാരണം അമ്മൂമ്മയും ഈ ഡാലി അമ്മൂമ്മയും ഈ പുഴയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ പാഠഭാഗം പറയുന്നത്. ഈ അമ്മൂമ്മയെ മാറ്റി താമസിപ്പിച്ചു. കളക്ടർ വന്നിട്ട് പുഴയുടെ ഭാഗത്ത് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അമ്മൂമ്മയെ നഗരത്തിലെ ഫ്ലാറ്റിൽ കൊണ്ടാക്കി. അവിടെ അമ്മൂമ്മയെ തേടി വന്നിരിക്കുന്നു പുഴ. അവസാനം പുഴയും അമ്മൂമ്മയും കൂടി ഒഴുകി അറബിക്കടലിലേക്ക് പോവുകയാണ്. അത്രമാത്രം പ്രകൃതി മനുഷ്യരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് സെറ്റാക്കാം. നോക്കാം നമുക്ക്. ഡാലി അമ്മൂമ്മയുടെ പുഴ. ഈ കാണുന്നതാണ് ഡാലി അമ്മൂമ്മ. കണ്ട മക്കളെ, വയസ്സായൊരു സ്ത്രീ. ഈ പുഴയും ആ സ്ത്രീയും ഒരു കുടിലും മാത്രമേ ഇവിടെ ഉള്ളൂ. സുന്ദരമായ കാഴ്ചയല്ലേ. നോക്കാം നമുക്ക്. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു അല്ലേ. ഈ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടുന്ന് കടന്ന് ചത്തോളാം അല്ലേ. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയയുടെ തുരുത്തിനെ വലം വെച്ച് ദേശത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. നമുക്കറിയാം, ഒരു പുഴ, സാറി ചിത്രം കാണിക്കുന്ന പോലെ തന്നെയാണ്. ഇതെന്താണ്? ഡാലി അമ്മൂമ്മയുടെ വീട്. ഇത് ഡാലി അമ്മൂമ്മയുടെ വീടാണ്. ഡാലി അമ്മൂമ്മയുടെ വീടാണിത്. ഈ ഡാലി അമ്മൂമ്മയുടെ വീട്ടിൽ എന്താണ്? ഇതൊക്കെ ഡാലി അമ്മൂമ്മയുടെ വീട്ടിലെ മണ്ണാണ്. ഇതൊക്കെ ഡാലി അമ്മൂമ്മയുടെ വീട്ടിലെ മണ്ണ്. ഓക്കെ, ഇതൊക്കെ ഡാലി അമ്മ വീട്ടിലെ മണ്ണ്. എന്നാൽ ഇതിന് ചുറ്റും എന്താണ് മക്കളെ? പുഴയാണ്. ഈ ഡാലി അമ്മൂമ്മയുടെ വീടിന് ചുറ്റും പുഴയുണ്ട്. ഡാലി അമ്മൂമ്മയുടെ വീടിന് ചുറ്റും പുഴയാ. ഇങ്ങനെയാണ് ഇതിലെ കാഴ്ച. ഇപ്പം ഈ ഡാലി അമ്മൂമ്മ ഈ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്, ഇതിന് ചുറ്റും പുഴയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ നേരത്തെ പേടിച്ച്, പുഴ വരുന്നു പേടിച്ചിട്ട് അവിടുന്ന് പോയി. അവിടുത്തെ കച്ചവടക്കാർ അവരെ പാറിപ്പിച്ചു. പക്ഷേ ഡാലി അമ്മൂമ്മ മാത്രം പുഴയുടെ അടുത്തുനിന്ന് പോയില്ല. അങ്ങനെ പുഴ ഡാലി അമ്മയോട് പറയാണ്, നീ വേഗം പൊയ്ക്കോ, രക്ഷപ്പെട്ട് പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട, ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, നീയും ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഡാലി അമ്മ പറഞ്ഞു, ഞാൻ പോകൂലടി. പുഴയ്ക്കും വയസ്സായി, ഡാലി അമ്മക്കും വയസ്സായി, ഞാൻ പോകില്ല എന്ന് പുഴയോട് ഡാലി അമ്മയും പറഞ്ഞു. പുഴയ്ക്ക് കലി വന്നു. കലി എന്ന് പറഞ്ഞ ദേഷ്യം. പുഴയ്ക്ക് കലി വന്നു. പുഴ പറഞ്ഞു, ഞാൻ പറഞ്ഞ് അനുസരിക്കൂല അല്ലേ, നീ പോകൂല എന്ന് പറഞ്ഞ് പുഴ കലി തുള്ളാൻ തുടങ്ങി. അത് ഡാലിയുടെ തുരുത്തിനെ ആ സ്ഥലത്തെ വലം വെച്ച് ദേശത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയ പുഴ ഒഴുകിപ്പോയി. ഇത് വെച്ചോ പോകും വഴി അല്ലെ, ഇത് വെച്ചോ പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അങ്ങനെ ദേഷ്യപ്പെട്ട് ഡാലി അമ്മൂമ്മയും പുഴയും സംസാരിക്കും കേട്ടോ. പ്രകൃതിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. ഡാലി അമ്മൂമ്മയും പുഴയും സംസാരിക്കുമെന്ന് ഈ കഥയിൽ കാണാൻ സാധിക്കുക. അങ്ങനെ ഡാലി അമ്മൂമ്മ പുഴ പറഞ്ഞിട്ട് ഡാലി അമ്മൂമ്മ അനുസരിച്ചില്ല. ഡാലി അമ്മൂമ്മ പോയില്ല. അതുകൊണ്ട് പുഴ ദേഷ്യപ്പെട്ട് ഒരു ചവാനായ, മൃതപ്രായനായ, മരണാസന്നനായ ഒരു പെരുമ്പാമ്പിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലേക്ക് എറിഞ്ഞു കൊടുത്ത് ആ പുഴ അവിടെ നിന്ന് ഒഴുകിപ്പോകാണ്. അയ്യോ പാവം, അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു പറയിക്കുന്നുണ്ട്. ഈ ഡാലി അമ്മൂമ്മയോട് ദേഷ്യമുള്ളത് കൊണ്ടാകാം ആ പുഴ എന്താണ്, മരണാസന്നനായ ഒരു പെരുമ്പാമ്പിനെ അമ്മൂമ്മ എടുത്തെറിഞ്ഞു. അങ്ങനെ അപ്പോൾ അവിടുന്ന് ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ അമ്മൂമ്മ വേഗം പോയി പെരുമ്പാമ്പിനെ എടുത്ത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ് ഓടിപ്പോവല്ലേ. ഇവിടെ പ്രകൃതിയോട്, തൻ്റെ സർവ്വചരാചരങ്ങളോട്, തൻ്റെ സഹജീവികളോട് അങ്ങേയറ്റം സ്നേഹവും കാരുണ്യവും വാത്സല്യവുമുള്ള കഥാപാത്രമായി ഡാലി അമ്മൂമ്മ മാറുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അമ്മൂമ്മ ആ പെരുമ്പാമ്പിനെ എടുത്ത് അടുപ്പിലേക്ക് ഓടുകയാണ്. ആ പെരുമ്പാമ്പ് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. ആ പെരുമ്പാമ്പ് ഈ ചിത്രത്തിൽ കാണുന്നില്ല മക്കൾ, പെരുമ്പാമ്പ് ഒഴുകി വരിക എന്ന് കണ്ടോ. ആ പെരുമ്പാമ്പ് അവിടെ കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു. പെരുമ്പാമ്പിനെ അടുപ്പത്ത് ചൂടിലേക്ക് അമ്മൂമ്മ കൊണ്ടുപോയി ആക്കി.
അങ്ങനെ തണുത്തു വിറക്കുന്ന പെരുമ്പാമ്പിന് അല്പാശ്വാസമായി ചൂട് കൊടുക്കുകയാണ് അമ്മൂമ്മ. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. ഡാലി അമ്മൂമ്മ പെരുമ്പാമ്പിനോട് പറയാ, അല്ല എങ്ങയ്യേ, എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? തന്തയും തള്ളയൊന്നും ഇല്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. നീക്ക് ചോദിക്കണം പറയാൻ ആരും ഇല്ലടാ പെരുമ്പാമ്പേ എന്ന് ഡാലി അമ്മൂമ്മ പെരുമ്പാമ്പിനോട് ചോദിച്ചു. അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. ആ പെരുമ്പാമ്പ് ദയനീയമായി സങ്കടത്തോടുകൂടി ഡാലി അമ്മൂമ്മയെ ഇങ്ങനെ നോക്കി. ചുരുണ്ട് കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. അല്ല മക്കളെ, ചുരുണ്ട് കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. അമ്മൂമ്മ പെരുമ്പാമ്പിൻ്റെ ശരീരത്തെ മെല്ലെ തലോടി. ആ ചുരുണ്ട വിരലുകൾ കൊണ്ട് അമ്മൂമ്മ പെരുമ്പാമ്പിൻ്റെ ശരീരം ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഇടന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനിങ്ങനെ പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങി കടന്നോളണം കേട്ടാ അല്ലേ? ഡലമു പറയാണ്, നീ ഇവിടുന്ന് പോയാൽ വല്ല മാളത്തിലും കയറി എലീനെ പിടിച്ചു വന്നിട്ട് അടങ്ങാണ്ട് ചുരുണ്ടുകൂടി കടന്നോണം എന്ന് പെരുമ്പാമ്പിനെ അമ്മൂമ്മ സ്നേഹത്തോടുകൂടി ശാസിക്കുകയാണ് അല്ലേ? തൻ്റെ സഹജീവികളെ സ്നേഹിക്കുന്ന മനുഷ്യബന്ധത്തിൻ്റെ ആഴം ഇവിടെ പ്രകടമാണ്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ സ്നേഹിക്കണം, അവരെ നമ്മൾ കരുതണമെന്നൊക്കെ ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. മക്കളെ, കിള്ളിയാർ, ആ പുഴയുടെ പേരെന്താണ്? കിള്ളിയാർ പുഴ. അപ്പം കിള്ളിയാർ പുഴ കാവൽ നിന്ന്, ആ കിള്ളിയാർ പുഴ ചുറ്റുമുണ്ട് ഈ അമ്മൂമ്മയുടെ വീടിന് ചുറ്റും അല്ലേ? ഇപ്പം കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മൂമ്മയും പെരുമ്പാമ്പും ഉണ്ട് അവിടെ, അവരെ മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അതിനർത്ഥം എന്താ? ഈ പ്രകൃതിക്കും ഭാഷയുണ്ട്, പ്രകൃതിക്കും നാക്കുണ്ട്, പ്രകൃതിക്കും ചെവിയുണ്ട്. പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇവിടെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു, എനിക്കുറക്കം വരണേ, നീ എവിടെയും പോ അല്ലേ? ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂരുപറ്റി അവനും ഉറങ്ങി. മക്കൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് ഡാലി അമ്മൂമ്മയും പെരുമ്പാമ്പ് ഇങ്ങനെ കിടക്കുന്നേ അല്ലേ? ആ പെരുമ്പാമ്പിന് അമ്മൂമ്മ, മക്കളെ പെരുമ്പാമ്പാണല്ലേ, കഥയാണ്. എങ്ങാനും പെരുമ്പാമ്പിനൊന്നും ആരടുത്ത് പോലും പോവില്ല, പിടിച്ചു വെടിയും കളിയില്ലേ? അതേപോലെ തടവി തടവി കൈ തളർന്നപ്പോൾ അമ്മൂമ്മ പെരുമ്പാമ്പിനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ പെരുമ്പാമ്പിനെ തലോടി തലോടി അമ്മൂമ്മയുടെ കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു, എനിക്കുറക്കം വരണേ, നീ എവിടെയും പോ. ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല അല്ലേ? എനിക്കുറക്കം വരുന്നടാ, നീ എവിടെയെങ്കിലും ഒന്ന് പോടാ അല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ പെരുമ്പാമ്പിന് എവിടേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഡാലി അമ്മൂമ്മയുടെ അടുത്ത് കടന്നുകൊണ്ട് ഡാലി അമ്മൂമ്മയുടെ ചൂട് പറ്റിക്കൊണ്ട് അവൻ അവിടെ കിടന്ന് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത്രയും സന്തോഷം അവൻ്റെ അടുത്തുണ്ട്, കാരണം ഡാലി അമ്മൂമ്മയുടെ ചൂട് പറ്റിക്കിടക്കാലോ. ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. അങ്ങനെ ആ അമ്മൂമ്മയുടെ ചൂട് പറ്റിക്കൊണ്ട് അവനും ഉറങ്ങിയാണ്. ആ അമ്മൂമ്മയുടെ ചൂടും പറ്റി ഉറങ്ങുന്ന കാഴ്ച ഇവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നു. പാവം തള്ളയില്ല പിള്ള അല്ലേ? പാവം തള്ളയില്ല പിള്ള എന്ന് പറയുന്നു. അച്ഛനും അമ്മയും നോക്കാനില്ലാത്ത ഒരു പാവം തന്നെയെന്ന് ഈ പെരുമ്പാമ്പെന്ന് ഈ അമ്മമ്മ പറയാണ്. അച്ഛനും അമ്മയും നോക്കാനില്ലാത്ത ഈ പാവം പെരുമ്പാമ്പ് എത്ര മാത്രം വേദന സഹിക്കുന്നുണ്ടാവുമെന്ന് ആര് പറയുന്നു? ആര് വിചാരിക്കുന്നു? ഈ അമ്മൂമ്മ വിചാരിക്കുന്നു. ഡാലി, അതായത് ഈ അമ്മൂമ്മ കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. ഈ അമ്മൂമ്മ കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്റർ അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിച്ച വെച്ചു നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം അല്ലേ? പിച്ച വെച്ച് ഈ അമ്മൂമ്മ പിച്ച വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ തൊട്ട് എന്തുണ്ട്? ഈ പുഴയുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ പുഴയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം. പിച്ച വെച്ച് നടന്ന പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തമായി, ഈ പാട്ട് കേട്ടില്ലേ? അതേപോലെ പിച്ച വെച്ച നാൾ മുതലേ ഈ അമ്മൂമ്മയും ഈ ഒരു പുഴയും തമ്മിലൊരു ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആദ്യകാലങ്ങളിൽ 100 മീറ്റർ അകലെയായിരുന്നു ഈ പുഴ. പക്ഷേ ഇപ്പോൾ ഈ പുഴ കയറി വന്നിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? മണൽവാരലല്ലേ? മണൽ മാഫിയ, മണൽവാരൽ, പുഴ നികത്തൽ, ഇതൊക്കെ കാരണം പുഴ ഇങ്ങനെ കയറി വന്നു. പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ വരികളിൽ കാണാൻ സാധിക്കുക. പിച്ച വെച്ച് നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം.
പൊന്മുടി കാടുകളിൽ എവിടെയോ നിന്ന് കുലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി അല്ലേ. വേഗത്തിൽ അറബിക്കടലിലേക്ക് പോകുന്ന ജോലിയാണ് പുഴയ്ക്കുള്ളത്. പെട്ടെന്ന് എന്താണ് പൊന്മുടി കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്ക്. ഇപ്പോൾ പൊന്മുടി കാടുകളിൽ എവിടെ നിന്നോ വേഗത്തിൽ അറബിക്കടലിലേക്ക് കൂലം കുത്തിയുള്ള പോക്കാണ് ഈ പുഴ. അത്രയും പവറിലാണ് പുഴ ഒഴുകി പോകുന്നത്. സംസാരിച്ചു തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ ഡാലി പുഴയോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതൽക്കേ ഡാലി അമ്മൂമ്മയ്ക്ക് ഈ പുഴയുമായി വലിയ ബന്ധമുള്ളതായി കാണാൻ സാധിക്കും. തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വലിയ സ്പർശങ്ങളിൽ പോലും ഈ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയുമായി വലിയ ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. സംസാരിച്ചു തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു അല്ലേ. പുഴയോട് ഡാലി അമ്മൂമ്മ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു തുടങ്ങിയാണ്. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. ഡാലിയക്കും പുഴയ്ക്കും ഇടയിൽ പുതിയ ഭാഷയുണ്ടായി എന്ന് പറയുന്നു. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. പുലർച്ചെ മുതലേ പുഴയും ഡാലിയും മുതലേ സംസാരിക്കും. പുലർച്ചെ മുതൽ പുഴയും ഡാലിയും അമ്മൂമ്മയും സംസാരിക്കും. നേരം പുലർന്നാൽ രാത്രി ഉറങ്ങുന്നത് വരെ പുഴയും ഡാലിയും അമ്മൂമ്മയും ഒരേ സംസാരം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പുഴ സംസാരിക്കോ സാറേ? പുഴയും സംസാരിക്കും. നിങ്ങൾ നരൻ സിനിമ നരൻ മോഹൻലാലിൻ്റെ ഓ നരൻ ഓ ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ ഓ നരൻ ഞാനൊരു നരൻ. ഈ ഒരു പാട്ടിലെ സിനിമയില്ല മക്കളെ. അതിൽ മോഹൻലാൽ പറയുന്നില്ലേ, സാറേ ഇതാണ് എൻ്റെ അമ്മ, ഈ പുഴയാണ് സാറേ എൻ്റെ അമ്മ. കരയുമ്പോഴൊക്കെ ആരും കാണാതെ കണ്ണീര് തുടച്ചു, വിശക്കുമ്പോഴൊക്കെ ആരും കാണാതെ എന്നെ ഊട്ടി, ഇതാണ് സാറേ പുഴ എന്ന് പറയുന്ന പോലെ, ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ കഥയിലെ ഡാലി അമ്മൂമ്മയ്ക്കും ആ പുഴയായിരുന്നു ജീവൻ. ആ പുഴയായിരുന്നു ചെറുപ്പകാലം മുതൽക്കേ ഈ ഡാലി അമ്മൂമ്മയും പുഴയും സംസാരിച്ചു വന്നിരുന്നത്. അത്തരത്തിൽ അഭേദ്യമായ ബന്ധം ആര് തമ്മിലുണ്ട് മക്കളെ? പുഴയും ഡാലി അമ്മൂമ്മയും ഉണ്ട്. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചതെന്ന് പറഞ്ഞ എന്താ അർത്ഥം? മണലൂറ്റുകാർ, മണൽ മാഫിയ പുഴയിൽ നിന്നും JCB കൊണ്ടും കൈക്കോട്ട് കൊണ്ടും മണൽ വാരി ആ 100 മീറ്റർ അകലെയുള്ള പുഴ ഇപ്പോൾ എവിടെ എത്തി? ഈ ഡാലി അമ്മൂമ്മയുടെ അടുത്തേക്ക് എത്തി. ഇത്തരത്തിൽ പ്രകൃതിക്ക് മുകളിൽ മനുഷ്യൻ കടന്നു കയറ്റി ചെയ്യുന്ന വികൃതികൾ, പ്രകൃതിയെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ തകൃതി നിറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. പുഴ നടന്ന് മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി അല്ലേ. പുഴ ഇങ്ങനെ മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം ഇങ്ങനെ കയറി വരുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും നാടുകടത്തി. അങ്ങനെ മണൽ മാഫിയക്കാർ പോകാത്തവരെ അവർ പറഞ്ഞയച്ചു, ഭീഷണിപ്പെടുത്തിയും ആ സ്ഥലത്തിന് ഒരുപാട് പൈസ കൊടുത്തും അവരെ നാടുകടത്തി. പക്ഷേ ആരും മാത്രം പോയില്ല, ഡാലി അമ്മ മാത്രം ആ സ്ഥലത്ത് നിന്ന് പോയില്ല. ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമായി ആ പുഴയ്ക്ക് ചുറ്റും. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. അങ്ങനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിനെ ആര് വളഞ്ഞു മക്കളെ? പുഴ വളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാലി അമ്മൂമ്മയും പുഴയും നമ്മൾ ഭയങ്കര സ്നേഹബന്ധത്തിലാണ്. ആ പുഴ ഒരിക്കൽ പോലും കരകവിഞ്ഞ് ഡാലി അമ്മൂമ്മയുടെ വീട്ടിൽ കയറിയില്ല. അത്രയും വർഷം അവർ സ്നേഹത്തോടെ കഴിയുകയാണ്. ക്രമേണ നിരാലംബരായ 2 വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു അല്ലേ. പുഴയ്ക്കും ഒരുപാട് വയസ്സായി, ഡാലിക്കും വയസ്സായി. വൃദ്ധ വിധവകളെ പോലെ എന്ന് പറഞ്ഞ വൃദ്ധ സ്ത്രീകളെ പോലെ ഡാലിയും പുഴയും ഇങ്ങനെ സംസാരിക്കുകയാണ്. പുഴ മലിനീകൃതമാകുന്നതും പുഴയ്ക്ക് ഒഴുക്ക് കിട്ടാത്തതും എല്ലാ ദുഃഖങ്ങളും പുഴ ഡാലി അമ്മൂമ്മയോട് പറയും. ഡാലി അമ്മൂമ്മയുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളെല്ലാം ഡാലി അമ്മൂമ്മയും പുഴയോടും പറയും. ഇവരെപ്പോഴും സംസാരിക്കുമെന്നാണ് പറയുന്നത്. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. എല്ലാവരും ഡാലി അമ്മൂമ്മയെ ഉപദേശിച്ചു. നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടണേ? ഈ പുഴയുടെ തീരത്താരോ കിടക്കുന്നേ? ഒരു ദിവസം ഈ പുഴയാറ്റം കര കവിഞ്ഞൊഴുകിയാൽ നിങ്ങൾ മരിച്ചു പോകില്ല എന്നൊക്കെ പറഞ്ഞു. കിളവി വയസ്സാം കാലത്ത് ഇവിടെ കടന്ന് തണുത്തു വറച്ച് ചാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കും അല്ലേ. ആൾക്കാർ, അവിടെയുള്ള നാട്ടുകാർ നമ്മുടെ ഡാലി അമ്മൂമ്മയോട് പറഞ്ഞ വാക്കുകൾ എന്താ പറയുന്നത്? കിളവി എന്ന് പറഞ്ഞ വയസ്സായ സ്ത്രീ അല്ലേ, വൃദ്ധ. കിളവി വയസ്സാം കാലത്ത് ഇവിടെ കടന്ന് തണുത്ത് വറച്ച് ചാവാണ്ട് നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കുക അല്ലേ. തൻ്റെ മോളില്ലേ, ആ മോളെ വീട്ടിൽ പോയി നെടുവങ്ങാട്ട് പോയി താമസിക്കും, ഇവിടെ കടന്ന് തണുത്ത് വറച്ച് ചാവാണ്ടെന്ന് നാട്ടുകാർ ആരോട് പറയാണ്? നമ്മുടെ ഡാലി അമ്മൂമ്മയോട് പറയാണ്. അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും,
പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ അല്ലേ. അവന്മാരോട് ഡാലി ഒന്നും മറുപടി പറഞ്ഞില്ല. ഡാലി മറുപടി പറഞ്ഞേക്കാൻ ഡാലിക്കറിയാം പുഴയും ഡാലിയും തമ്മിലുള്ള സ്നേഹബന്ധം. ഡാലി അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും, പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസത്തിനുള്ളിൽ മഴ ഇപ്പോൾ പെയ്യും, പക്ഷേ പുഴ എങ്ങനെയാണ് പെരുമാറാൻ അറിയില്ല. പുഴ ചിലപ്പോൾ കര കവിഞ്ഞൊഴുകാം. പുഴ എങ്ങനെയാണ് പെരുമാറുക ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് എന്താണ് ശാന്തമായിരിക്കാൻ പുഴയിൽ നിന്നും അകന്നിരിക്കാൻ ഡാലി അമ്മയുടെ ആൾക്കാർ പറയാണ്. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു അല്ലേ. വള്ളത്തിലാണ്, വള്ളം എന്ന് വെച്ചാൽ വഞ്ചി, തോണി. പിറ്റേന്ന് തോണിയിൽ വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. എവിടേക്ക്? ഡാലി അമ്മൂമ്മയുടെ അടുത്തേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു അല്ലേ. കാണാൻ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ, ഒരു സുമുഖനായ സുന്ദരനായ ഇൻസൈഡ് ചെയ്ത് വെൽ ഡ്രസ്ഡായ ഒരു ചെറുപ്പക്കാരൻ ആരുടെ വീട്ടിലോട്ട് വന്നു മക്കളെ? നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വന്നു. ആ അമ്മൂമ്മ അവനോട് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ അല്ലേ. ആ ജില്ലാ കളക്ടറാണ് ആ പാവപ്പെട്ട അമ്മൂമ്മയുടെ കുടിലേക്ക് വന്നത്. എന്നിട്ട് പറയാണ് ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയില വെള്ളം ഇടട്ടെ മോനെ അല്ലേ. തേയില വെള്ളം ഇടട്ടെ മോനെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു അല്ലേ. തേയില വെള്ളം ഇടട്ടെ മോനെ അമ്മൂമ്മ പറഞ്ഞു. പല്ലില്ലാത്ത അമ്മൂമ്മ തേയില വെള്ളം, അതായത് ചായപ്പൊടി അല്ലേ, ചായ എടുക്കട്ടെ എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ അല്ലേ. ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നു, ഒരു നിവേദനം അയച്ചിരുന്നു. അത് ചോദിക്കാനാണ് വന്നത്. അത് പുഴയും ഞാനും കൂടെ തംതാരിച്ച് തീരുമാനിച്ച് അയച്ചാണ്. അത് ഞാനും പുഴയും കൂടി സംസാരിച്ച്, അതാണ് തംതാരിച്ചെന്ന് പറഞ്ഞ നാട്ടുഭാഷയാണ് അല്ലേ. പുഴയും ഞാനും സംസാരിച്ച് തീരുമാനിച്ച് അയച്ച ഒരു കത്താണെന്ന് പറഞ്ഞു. പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേർക്ക് ഹർജി കൊടുത്ത ചിലപ്പം ശിക്ഷ അളവ് ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന് അല്ലേ. ഇത് പറഞ്ഞു, ഒരു വ്യക്തിയാണ് അയാൾ പറഞ്ഞു തൂക്കിക്കൊല്ലാൻ പോകുന്നവരൊക്കെ രാഷ്ട്രപതിക്ക് ഒരു കത്തയച്ച ചിലപ്പം രാഷ്ട്രപതി അവരെ തൂക്കിക്കൊല്ലും രക്ഷിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ പുഴക്ക് എന്നെ കാട്ടിലും അറിവാണ് അല്ലേ. പുഴക്ക് ഇപ്പം പുഴയെ കുറിച്ചാണ് പറയുന്നത്. പുഴക്ക് എന്താണ്, പുഴയാണ് പറഞ്ഞത് തൂക്കിക്കൊല്ലാൻ പോകുന്നവരൊക്കെ അങ്ങേർക്ക് ഹർജി കൊടുത്താൽ മതി, ചിലപ്പം രക്ഷപ്പെടാൻ പറ്റുമെന്ന്. ഇപ്പം പുഴക്ക് എന്നെക്കാട്ടിയും വലിയ അറിവാണെന്ന് അമ്മൂമ്മ പറയാണ്. അതങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അപ്പോൾ പുഴ അമ്മൂമ്മയോട് പറഞ്ഞു, രാഷ്ട്രപതിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? അത് അംഗീകരിക്കും. തൂക്കിക്കൊല്ലാൻ വിധിച്ച ആൾക്കാരെ തൂക്കിക്കൊല്ലം രക്ഷപ്പെടുത്താൻ രാഷ്ട്രപതിക്ക് പറ്റും. അതേപോലെ പുഴക്ക് ഭയങ്കര അറിവാണ്, അത് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണുകയല്ലേ എന്ന് അമ്മൂമ്മ പറഞ്ഞു. പുഴയുമായിട്ട് അമ്മൂമ്മയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പത്രം വെക്കുന്ന പിള്ളേർ വഴി ഒരു ഹർജി എഴുതിയിട്ട് രാഷ്ട്രപതിക്ക് അയക്കാണ്. അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. ജില്ലാ കളക്ടർ പറയാണ് അമ്മൂമ്മയോട്, അമ്മൂമ്മേ ഞാനില്ലേ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ അല്ലേ. ചൊടി വെച്ച ഭംഗി, ഒരു മെനയില്ല, ശരീരം മെലിഞ്ഞിട്ടാണ്. അപ്പം അമ്മൂമ്മ പറയാണ്, എടാ നീ വലിയ കളക്ടറല്ലേ, എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോ, ഒരു മെനയില്ലല്ലോ, വൃത്തിയില്ലല്ലോ, നീ തിന്നലില്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഒരു കളക്ടറോടാണ് അമ്മൂമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ പുഴയിൽ നല്ല ഓടവല മീൻ കിട്ടും അല്ല, നല്ല ഓടവല മീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരുമല്ല. അമ്മൂമ്മ കളക്ടറെ എന്താണ് പ്ലിങ്ങാക്കി, കളക്ടർ ഊക്കി വിടാണ്. എന്താ പറയുന്നത്? എടാ നീ കളക്ടറാണോ? നിന്നെ കാണാവില്ല, മെനയും നിൻ്റെ ശരീരമൊന്നും ഇല്ലല്ലോ, എനിക്ക് മെലിഞ്ഞിട്ടാണല്ലോ. ഈ പുഴയിൽ നല്ല മത്സ്യം കിട്ടും. ഏത്? ഒടവല മീൻ കിട്ടും. അതിനാ ചമ്പാവരി അരിയിലിട്ട് കുടിക്കണം, ശരീരം നല്ല തടി ഉണ്ടാവുമെന്ന് അമ്മൂമ്മ പറഞ്ഞു അല്ലേ. കളക്ടറോട് പറയാണ്, ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് അല്ലേ. കളക്ടർ അമ്മൂമ്മയോട് പറയാണ്, അമ്മൂമ്മേ നിങ്ങളിവിടെ താമസിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇവിടെ താമസിക്കരുത്, വലിയ മഴക്കാലമാണ് വരുന്നത്. ഈ മഴക്കാലം വരുമ്പോൾ പുഴ കുത്തിയൊലിക്കും, അങ്ങനെ നിങ്ങളടക്കം മരിച്ചു പോകും. അതുകൊണ്ട് ഇവിടെ താമസിക്കരുത്, ഈ മഴക്കാലം വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന അപകടമാണ്, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറണമെന്ന് കളക്ടർ പറഞ്ഞു. അമ്മൂമ്മ തിരിച്ചു പറഞ്ഞു. വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. അമ്മൂമ്മ എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണ കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർ കൊടുത്തു. മുറ്റത്തെ കല്ലടുപ്പിൽ അമ്മൂമ്മ ചായവെള്ളം ഉണ്ടാക്കി. ആ ചായവെള്ളം എന്തായി? ഒരു കോപ്പയിൽ, ഒരു പാത്രത്തിൽ, ഒരു ഗ്ലാസ്സിൽ കളക്ടർ കൊടുത്തു. അയാളത് കുടിച്ചു. കളക്ടർ ആ വെള്ളം കുടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറ്റണം അല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറ്റണം. അയാൾ കുടിച്ചു ആ ചായ. എന്നിട്ട് പറഞ്ഞു, അമ്മൂമ്മേ
നിങ്ങളിവിടെ താമസിക്കരുത്, ഇവിടുന്ന് മാറണം, ഞാൻ പറയുന്നു നിങ്ങളിവിടുന്ന് താമസം മാറ്റണമെന്ന് കളക്ടർ അമ്മൂമ്മയോട് പറഞ്ഞു. ചായ കൊള്ളാമോടാ കൊച്ചേ അല്ലേ അമ്മൂമ്മ ചോദിച്ചു. ചായ കൊള്ളാമോടാ കൊച്ചേ, ചായ എനിക്ക് ഇഷ്ടമായോടാ അമ്മൂമ്മ ചോദിച്ചു അല്ലേ. ചായ കൊള്ളാമോടാ കൊച്ചേ എന്ന് അമ്മൂമ്മ ചോദിച്ചു. നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. അമ്മൂമ്മേ, നിങ്ങൾ ഇവിടുന്ന് മാറിയാൽ നഗരത്തിൽ ടൗണിൽ നിങ്ങൾക്ക് വലിയ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ, ഗവൺമെൻറ്റിൻ്റെ സെക്യൂർഡായിട്ട് സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പുതിയ ഫ്ലാറ്റിൽ കഴിയാം. ഇവിടെ നിങ്ങൾ മാറി താമസിക്കണമെന്ന് ആരാണ് കളക്ടർ അമ്മൂമ്മയോട് പറഞ്ഞു. ഈ പുഴയും കൂടാ അതിൻ്റെ അകത്ത് താമസിപ്പിക്കോ അല്ലേ അമ്മൂമ്മ തിരിച്ചു വെച്ചു. ഞാൻ വരാം, ഈ പുഴയും കൂടി നീ താമസിപ്പിക്കോ അല്ലേ. ഈ പുഴയുണ്ടല്ലോ, ഈ പുഴയെ കൂടി നീ ആ ഫ്ലാറ്റിൻ്റെ അകത്ത് താമസിപ്പിക്കോ, എങ്കിൽ ഞാൻ വരാം. കാരണം എൻ്റെ ഫ്രണ്ട് ഈ പുഴ, എനിക്ക് രാവിലെ എണീച്ചാൽ ഈ പുഴയോട് സംസാരിക്കണം അല്ലേ, ഈ കള്ളിയാർ പുഴയോട് സംസാരിക്കണം. രാത്രി വരെ ആ സംസാരം നീളും. എനിക്ക് വേറെ വിനോദങ്ങളൊന്നുമില്ല, നിനക്ക് ഈ പുഴയിന് കൂടി അവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് അമ്മൂമ്മ ചോദിച്ചു തമാശക്ക്. അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഈ അമ്മൂമ്മ എന്താ പറയുന്നത്? ശരി, ഈ അമ്മൂമ്മയും പുഴയും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെ അമ്മൂമ്മയെ അങ്ങോട്ട് കൊണ്ടുവരാതെ ഒന്നും പറ്റില്ല. അമ്മൂമ്മ മാറി താമസിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം അല്ലേ. കിള്ളിയാർ പുഴയാണ്, അപ്പോൾ കിള്ളിയാർ പുഴ എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കി തരാമല്ലേ. അപ്പോൾ അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളിയാർ എന്ന് പേരിടുക. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബ്, കടന്നു കുളിക്കുന്ന സ്ഥലമില്ലേ, അതും ആക്കി തരാമെന്ന് ആര് പറഞ്ഞു? ഈ കളക്ടർ പറഞ്ഞു. അത്രയും ഫേവർ ആര് ചെയ്യാമെന്ന് പറഞ്ഞു? കളക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരും അതിൻ്റെ ബാത്ത് ടബ്, ഈ പുഴയിലെ വെള്ളം ഒഴിച്ചുകൊണ്ട് ബാത്ത് ടബ് കുളിച്ച് കടക്കും സെറ്റപ്പ് ആക്കി തരാമെന്ന് കളക്ടർ പറഞ്ഞു. വരൂല, വയസ്സായ നിൻ്റെ ഒടപ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോവോ അല്ലേ അമ്മൂമ്മ ചോദിച്ചു. ഞാൻ വരൂലടാ, ഒടപ്പറന്നോളെ വെച്ചാൽ ഭാര്യ അല്ലേ, അല്ല നിൻ്റെ ഒടപ്പറന്നോൾ അല്ലെങ്കിൽ നിനക്ക് കൂടുന്ന ബന്ധു അല്ലേ, ഭാര്യയോ അമ്മയോ ആരും ആവാം. ഇപ്പം വയസ്സായ നിൻ്റെ ഒടപ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോവോ അല്ലേ, വയസ്സായ നിൻ്റെ അമ്മയെ അവിടെ ആക്കിയിട്ട് നീ അവിടെ നിന്ന് പോകുമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും അല്ലേ. അമ്മൂമ്മ വരുന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അമ്മൂമ്മ വരുന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് അമ്മൂമ്മയെ കൊണ്ടുപോകേണ്ടി വരുമെന്ന് ആര് പറയാണ്? നമ്മുടെ ഈ കളക്ടർ പറയാണ്. കളക്ടർ എഴുന്നേറ്റു അല്ലേ. കളക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ്, അമ്മൂമ്മ വരുന്നില്ലേ, ഞാൻ അമ്മൂമ്മയെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞ് അമ്മൂമ്മയെ അവിടെ ബലാത്കാരമായി ആ ഒരു തുരുത്തിൽ നിന്നും നഗരത്തിലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. എതിർക്കാനുള്ള ശരീരബലമെന്നും ഡാലി അമ്മൂമ്മയ്ക്കില്ലായിരുന്നു അല്ലേ. അവരെതിർക്കാനുള്ള ശരീരബലം ആർക്കില്ലായിരുന്നു? ഡാലി അമ്മൂമ്മയ്ക്ക് ആ ശരീരബലമൊന്നും ഇല്ലായിരുന്നു. അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി. വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി. ആറിന് നടുക്കെത്തിയപ്പോൾ അവസാന തുണിയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു അല്ലേ. അതായത് പോലീസുകാരും മറ്റാൾക്കാരും കൂടി അമ്മൂമ്മയെ അവിടെ നിന്ന് പിടിച്ച് എവിടെ കയറ്റാണ്? ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നഗരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അമ്മൂമ്മ നിലവിളിച്ചു. അങ്ങനെ അമ്മൂമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഡാലി അമ്മൂമ്മയുടെ ഹൃദയം കിടുങ്ങിപ്പോയി. അയ്യോ, ഞാൻ ജനിച്ച നാൾ മുതൽ കാണുന്ന ഈ പുഴയിൽ നിന്നും എന്നെ വേർപ്പെടുത്തി കൊണ്ടുപോകല്ലേ എന്ന് അമ്മൂമ്മ കരഞ്ഞു. പക്ഷെ ആൾക്കാരെ കൂട്ടാക്കിയില്ല. അമ്മൂമ്മയെ എടുത്തു കൊണ്ടുപോകാണ്. അമ്മൂമ്മ അവിടെ കരഞ്ഞ് അവശയാകുകയാണ്. 13-ാം നിലയിലെ കിള്ളി എന്നു പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. കടലിളക്കം, ആ പുഴ, കിള്ളിയാർ പുഴ ഒഴുകി വരുന്ന അറബിക്കടലിലേക്കാണ്. അറബിക്കടൽ നോക്കിക്കൊണ്ട് ഫ്ലാറ്റിലെ 13-ാം നിലയിലെ കിള്ളി എന്നു പേരായ ആ മുറിയിലിരുന്നു കൊണ്ട്, ഫ്ലാറ്റിലിരുന്നു കൊണ്ട് അമ്മൂമ്മ ആ കടലിളക്കം നോക്കിയിരിക്കുകയാണ്. മഴ തുടങ്ങി. അങ്ങനെ മഴക്കാലായി മക്കളെ. മഴ ഇങ്ങനെ തകർത്തു പെയ്യുകയാണ്. മഴക്കാലം എത്തിയിരിക്കുന്നു. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. അങ്ങനെ മഴക്കാലം വന്നു. വിഷാദിയായി ഒഴുകിയിരുന്ന തൻ്റെ സുഹൃത്തായ ഈ ഡാലിയയെ ഈ നഗരത്തിലെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ആക്കിയില്ലേ, അതിലാർക്ക് വിഷമുണ്ട്? ഈ പുഴയ്ക്ക് വിഷമുണ്ട്. പുഴ ഇങ്ങനെ കലിയിളകി ദേഷ്യത്തോടു കൂടി വരികയാണ്. തൻ്റെ സുഹൃത്തിനെ തന്നെ പിടിച്ചു കൊണ്ടുപോയ ഈ നഗരത്തിലെ ആൾക്കാരുടെ ഇടയിലേക്ക് പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചു വരികയാണ്. ഒരു വെളുപ്പാങ്കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി അല്ലേ. പുഴ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഡാലിയയെ തന്നിൽ നിന്നും അകറ്റി കൊണ്ടുപോയവർക്കിടയിലേക്ക്, എവിടേക്കാണ് തൻ്റെ സുഹൃത്തിനെ കൊണ്ടുപോയത്? വലിയ 13-ാം നിലയിലെ ഫ്ലാറ്റിലേക്ക്, ആ നഗരത്തിലേക്ക്. ഒരു മഴക്കാലം പുഴ ഇങ്ങനെ കരകവിഞ്ഞൊഴുകി തൻ്റെ ഡാലിയെ സുഹൃത്തിനെയും തേടിക്കൊണ്ട്. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു അല്ലേ. പുഴ ഇങ്ങനെ നഗരത്തിലേക്ക് വന്നു മക്കളെ.
ആ നാട്ടിലെ പുഴ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി ആ നഗരത്തിലേക്ക് വീഴുകയാണ്. ഡാലിയ ഡാലിയ എന്നുറക്കെ വിളിച്ചുകൊണ്ട് പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചു വരികയാണ് നഗരത്തിലൂടെ. മക്കൾ ഇവിടെ അർത്ഥമാക്കുന്നത് കേവലം അമ്മൂമ്മയെ തേടി വരുന്ന പുഴയെ മാത്രമല്ല, മറിച്ച് എന്താണ്? മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു, മനുഷ്യൻ പ്രകൃതിയെ ഇല്ലാതാക്കുന്നു. അതിൻ്റെ എല്ലാ തെളിവുകളും ഈ പാഠഭാഗത്തിലുണ്ടല്ലേ. അപ്പം മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? മണൽ വാരിയ പുഴ നശിപ്പിക്കുന്നു. അപ്പോൾ മണൽ വാരലും പുഴ നികത്തലും കാരണം മഴക്കാലം വന്ന പുഴ ഇങ്ങനെ കരകവിഞ്ഞൊഴുകും. അതൊക്കെ ഇവിടെ പ്രതീകങ്ങളായിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഡാലിയെ തേടിക്കൊണ്ട്, ഡാലി അമ്മൂമ്മയെ തേടിക്കൊണ്ട് പുഴ ടൗണിലും നഗരത്തിലും എത്തി, ഫ്ലാറ്റിലും എത്തി. തകർത്താടിയ മഴയിൽ ഭ്രാന്തു പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അങ്ങനെ മനുഷ്യന്മാരുടെ കടന്നുകയറ്റത്താൽ പുഴ മലിനമാക്കപ്പെട്ടതിന് പരിഹാരമായി, അതിന് പ്രതികാരമായി പുഴ ഡാലിയെ തേടിക്കൊണ്ട് നഗരത്തിലേക്ക് വരികയാണ്. തന്നിൽ നിന്നും വേർപെട്ട് കൊണ്ടുപോയ ഡാലിയെ തേടിക്കൊണ്ട് 13ാമത്തെ ഫ്ലാറ്റിൻ്റെ നില വരെ ഈ പുഴ കുതിച്ചു വരികയാണ്. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. പുഴയിലെ ജലജീവികൾ നഗരത്തിൽ ഓരോ ഇടത്തിലേക്ക് പോയി. അങ്ങനെ പുഴ ഇങ്ങനെ നഗരത്തിലേക്ക് കരകവിഞ്ഞൊഴുകുകയാണ്. ആരെ തേടിക്കൊണ്ട്? നമ്മൾ ഡാലിയ അമ്മൂമ്മയെ തേടിക്കൊണ്ട്, ഡാലിയ എന്ന് വിളിച്ചുകൊണ്ട്. ഒടുവിൽ ഡാലിയ അമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ, ഡാലിയ അമ്മൂമ്മ 90 വയസ്സായിട്ടോ, 90 വയസ്സായ കണ്ണുകൾ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാർ പുഴ, ആ കിള്ളിയാർ എന്ന് പറയുന്ന പുഴയെ എന്താണ്? ആ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. ആരെ? അമ്മൂമ്മ മനസ്സിലാക്കേണ്ടത് നഗരത്തിലൂടെ മഴക്കാലത്ത് ഒഴുകി വരുന്നു, കുത്തൊലിച്ചു വരുന്നു എൻ്റെ പുഴ. അമ്മൂമ്മ അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി. സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി. ഡാലിയെ ചാട്ടം ചാടുകയാണ്. പുഴയെ അല്ലേ, എൻ്റെ കിള്ളിയാറെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡാലിയ അമ്മൂമ്മ പുറത്തേക്ക് ഒറ്റച്ചാട്ടം അങ്ങ് ചാടിക്കൊടുത്തു. പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു അല്ലേ. പുഴയെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുകയാണ്. പുഴയിലേക്ക് അവരിങ്ങനെ മുഖം നോക്കി ചിരിക്കുന്നു. ഡാലിയ ആ പുഴയിലേക്ക് നോക്കി അവരെ എന്താണ്? ഡാലിയയും ആ പുഴയും രണ്ടുപേരും ആ പുഴയിൽ ഒരുമിച്ചിരിക്കുകയാണ്. ആ ഡാലിയെ തേടിക്കൊണ്ട് തൻ്റെ സുഹൃത്തായ പുഴ കിള്ളിയാരത ആ ഗ്രാമത്തിൽ നിന്നും അലയടിച്ചുകൊണ്ട് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചിത്രം കണ്ട മക്കളെ, ഫ്ലാറ്റിന് താഴെയൊക്കെ പുഴ ഇങ്ങനെ വന്നിറയാണ് കേട്ടോ. ഇപ്പം ഈ അമ്മൂമ്മയും ഈ പുഴയും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുകയാണ്. എന്താണ്? അവർ സ്നേഹത്തോടു കൂടി അവർ കാണുകയാണ്. ഈ സ്നേഹബന്ധമാണ് ഇവിടെ തെളിയുന്നത്. ഇവിടെ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് അമ്മൂമ്മ ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഇവിടെ പ്രകടമാണ്. നിനക്കെന്താടി താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു അല്ലേ. പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ട് പറയാണ് അമ്മൂമ്മയോട്, ഡാലി അമ്മൂമ്മയോട്, നിനക്കെന്താടി, നിനക്ക് താഴത്തെ നിലയിൽ താമസിച്ചാൽ പോരായിരുന്നോ? എന്തു പാടുപെട്ടിട്ടാണ്, എന്തു സങ്കടപ്പെട്ടിട്ടാണ് നിന്നെ ഞാൻ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ച് കൊടുത്തു. പോടി, ഡാലി അമ്മൂമ്മ പുഴയ്ക്ക് നുള്ളു വെച്ച് കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി അല്ലേ. ഡാലി അമ്മൂമ്മ പുഴയ്ക്ക് നുള്ളും വെച്ച് കൊടുത്തു. നീ പോടി, നീ എന്താ പറയുന്നേ അല്ലേ, എനിക്ക് പിന്നെ അവർ തന്ന റൂമിൽ താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിൽ എന്താണ്? കടലിലേക്ക് നീന്തി. കടലിലേക്ക് രണ്ടുപേരും ഒളിച്ചു പോവുകയാണ്. നരേധ പാടിയിൽ നിന്നുള്ള ബസ് അല്ലേ. നരോധ പാടിയിൽ നിന്നുള്ള ബസ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ വി ശ്രീലാലിൻ്റെ കഥയാണ് ഏതു മക്കളെ? നമ്മുടെ ഡാലി അമ്മൂമ്മയുടെ പുഴ. അപ്പോൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. പ്രകൃതിയെ മനുഷ്യൻ എത്രമാത്രം ഉപദ്രവിക്കുന്നു അത്രയും മാത്രം പ്രകൃതി തിരിച്ചു ഉപദ്രവിക്കും. പ്രകൃതി നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും പ്രകൃതി നമ്മളെ സ്നേഹിക്കും. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെ ഈ പാഠഭാഗത്തിൽ വിസ്മയാവഹമായി നമുക്ക് കാണാനായി സാധിക്കും. അതാണ് ഈ പാഠഭാഗം നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ മക്കളെ, ഡാലി അമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തിനൊരു ആസ്വാദനം തയ്യാറാക്കുക. ഒരു ആസ്വാദന കുറിപ്പാണ്. ഡാലി അമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തിന് എന്താണ് മക്കളെ? ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള പാരസ്പര്യ ബന്ധത്തിൻ്റെ കഥ പറയുകയാണ് ഭീഷണി പാടിയതിൽ നിന്നുള്ള ബസ് എന്ന സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഡാലി അമ്മൂമ്മയുടെ പുഴ. ഓക്കെ,
നരേന്ദ്രപാടിയിൽ നിന്നുള്ള ബസ്സാട്ടോ, നരേന്ദ്രപാടിയിൽ നിന്നുള്ള ബസ്സാണ്, അത് തെറ്റാണ്. ഓക്കെ, ഇത് പ്രിന്റ് മിസ്റ്റേക്കാണ്. നരേന്ദ്രപാടിയിൽ നിന്നുള്ള ബസ് എന്ന സമാഹാരം നിന്ന് എടുത്തിട്ടുള്ള ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗം. അതായത് മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, പാരസ്പര്യ ബന്ധം നരോധ്യപാടിൽ നിന്നുള്ള ബസ് എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഡാലി അമ്മയുടെ പുഴ എന്ന് പറയുന്ന കഥയിൽ പറയുന്നുണ്ട്. പുഴയും ഡാലി അമ്മൂമ്മയും തമ്മിലുള്ള സൗഹൃദത്തെ വളരെ മനോഹരമായി തന്നെ കഥ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഡാലി അമ്മൂമ്മയും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധം കഥ അവതരിപ്പിക്കുകയാണ് ഇവിടെ. മണൽ എടുപ്പ് കാരണം കാലവർഷം കിടക്കുമ്പോൾ എത്ര കലിതുള്ളി ഒഴുകിയാലും പുഴ ഒരിക്കൽ പോലും അമ്മൂമ്മയ്ക്കോ അമ്മൂമ്മയുടെ വീടിനോ കേടുപാട് വരുത്തിയിട്ടില്ല, അല്ലേ? മഴക്കാലത്തിന് എത്ര പുഴ കലിതുള്ളി ഒഴുകിയാലും ഈ അമ്മൂമ്മയുടെ വീടിനോ പുഴ യാതൊരു വിധത്തിലുമുള്ള കേടുപാടുകളോ നാശനഷ്ടങ്ങളോ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ അമ്മൂമ്മയെ നഗരത്തിലെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയപ്പോൾ പുഴ കലുതുള്ളി ആ നഗരത്തെ മൊത്തം വെള്ളത്തിനടിയിലാക്കി ഒഴുകി വരികയാണ്. മണൽ മാഫിയ മണൽ വാരിക്കൊണ്ടിരുന്നു. അവിടുത്തെ നാട്ടുകാരെല്ലാവരും അവിടുന്ന് പോയി. പക്ഷേ പുഴ ഒരിക്കൽ പോലും ഈ ഡാലി അമ്മൂമ്മയെ പുഴ തൊട്ടത് പോലുമില്ല. അത്രയും സ്നേഹബന്ധമായിരുന്നു പുഴയും ഡാലി അമ്മൂമ്മയും തമ്മിൽ. അതിര് കവിഞ്ഞ് ഒഴുകുകയും മഴക്കാലത്ത് അത് കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നതിനാൽ ആളുകൾ ആ തുരുത്തുവിട്ട് മറ്റിടങ്ങളിലേക്ക് താമസം മാറുന്നു. മഴക്കാലമായാലേ ആ പുഴ ശക്തമായി കുത്തിയൊലിക്കുമെന്നത് കണ്ട് ആൾക്കാർ അവിടെ വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോക്കുണ്ട്. എന്നാൽ ഡാലി അമ്മൂമ്മ മാത്രം തൻ്റെ പുഴയെ വിട്ട് ദൂരേക്ക് മാറാൻ തയ്യാറാവുന്നില്ല. ഡാലി അമ്മൂമ്മ ഒരിക്കലും തൻ്റെ ആ പുഴയെ വിട്ട് ദൂരേക്ക് മാറാൻ തയ്യാറാകുന്നില്ല. ആ പുഴയും ഡാലി അമ്മൂമ്മയും തമ്മിലുള്ള ആ സ്നേഹപരമായ കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അമ്മൂമ്മയുടെ ജീവന് ഭീഷണി നിലനിൽക്കുന്നതിനാലും മഴ കനക്കുകയും എന്ന മുന്നറിയിപ്പുള്ളതിനാലും അധികാരികൾ അമ്മൂമ്മയെ അവിടെ നിന്നും നിർബന്ധപൂർവ്വം മാറ്റുന്നു, അല്ലേ? അധികാരികൾ അമ്മൂമ്മയെ അവിടെ നിന്ന് നിർബന്ധപൂർവ്വം മാറ്റുകയാണ്. കാരണം എന്താണ്? അമ്മൂമ്മയുടെ ജീവന് ഭീഷണിയാകും, മഴക്കാലം കനത്തു വരികയാണ്. അപ്പോൾ അവിടെ അമ്മൂമ്മയെ അവിടെ നിന്നും ആൾക്കാർ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റി താമസിപ്പിച്ച് അമ്മൂമ്മയെ അന്വേഷിച്ചിറങ്ങുകയാണ്. പുഴ നഗരത്തിലൂടെയും നഗരത്തിലെ ഇടവഴികളിലൂടെയും ഒക്കെ ഡാലി അമ്മൂമ്മയെ അന്വേഷിച്ചൊഴുകി. പുഴ അങ്ങനെ നഗരത്തിലൂടെ ഇങ്ങനെ ഡാലി അമ്മൂമ്മയും അന്വേഷിച്ച് ഇങ്ങനെ ഒഴുകുകയാണ്. നഗരത്തിൻ്റെ വീതികളിലൂടെ പുഴ ഇങ്ങനെ ഒഴുകിപ്പോയി. അങ്ങനെ നഗരത്തെയും സമത്വം, തുല്യത പഠിപ്പിച്ചുകൊണ്ട് പുഴ സമനിരപ്പിൽ ഒഴുകി അവസാനം ഡാലി അമ്മൂമ്മയെ കണ്ടെത്തി, അല്ലേ? പുഴ തനിക്കെതിരെ ചെയ്ത ക്രൂരതകൾക്ക് മറുപടി എന്നോണം പുഴ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഡാലി അമ്മൂമ്മയെ അന്വേഷിച്ചുകൊണ്ട് നഗരത്തിനിടയിലൂടെയൊക്കെ പുഴ ഇങ്ങനെ ശക്തമായി ഒഴുകി കടന്നു പോവുകയാണ്. അവസാനം ഡാലി അമ്മൂമ്മയെ പുഴ കണ്ടുപിടിച്ചു. എവിടെ വെച്ച്? ആ നഗരത്തിൽ വെച്ചുകൊണ്ട് ആ അമ്മൂമ്മയെ പുഴ കണ്ടുപിടിക്കുകയാണ്. ഡാലി അമ്മൂമ്മ പുഴയിലേക്ക് എടുത്തു ചാടി കുശലം പറഞ്ഞു. നഗരത്തിലെ ഫ്ലാറ്റിലെ 13ാമത്തെ നിലയിൽ വെച്ച് തൻ്റെ 90 കഴിഞ്ഞ വയസ്സിലെ അമ്മൂമ്മയുടെ കാഴ്ചശക്തി വെച്ച് അമ്മൂമ്മ തൻ്റെ കിള്ളിയാർ പുഴ തന്നെ കാണാൻ ഒഴുകി വരുന്നത് കണ്ട് അമ്മൂമ്മ പുഴയിലേക്ക് എടുത്തു ചാടി. ഡാലി അമ്മൂമ്മ പുഴയിലേക്ക് എടുത്തു ചാടി കുശലം പറഞ്ഞവർ സംസാരിച്ചു. അവർ ഒരുമിച്ച് അറബിക്കടലിലേക്ക് ഒഴുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്, അല്ലേ? അമ്മൂമ്മ മരിച്ചെന്നോ പുഴ അവരെ കൊണ്ടുപോയെന്നോ എന്ത് നമുക്ക് ചിന്തിക്കാം. അവസാനം ആ സൗഹൃദ ബന്ധം അമ്മൂമ്മയും ആ പുഴയും ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നു. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. പ്രകൃതിക്ക് മേലെയുള്ള കടന്നുകയറ്റവും പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതും എല്ലാം കഥ വിഷയമാകുമ്പോൾ പോലും പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള സ്നേഹത്തെയും എല്ലാത്തിനും ഒടുവിൽ പ്രകൃതിയിലേക്ക് തന്നെ ലയിക്കുകയാണ് വേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഥ പറഞ്ഞു വയ്ക്കുന്നത്. അല്ല മക്കളെ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ടും എന്താണ്? പ്രകൃതിക്ക് മേലെയുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവസാനം ചെന്നു പോകേണ്ടത് പ്രകൃതിയിലേക്കാണല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കത്തുകയും കുഴിച്ചിടുകയും ചെയ്യുന്നില്ലേ? ഇതൊക്കെ നമ്മൾ പ്രകൃതിയിലേക്കാണ് തിരികെ പോകുന്നത്. പ്രകൃതിയിലേക്കാണ് ജനിക്കുന്നതും മരിക്കുന്നതും. എല്ലാത്തിനും അവസാനം പ്രകൃതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക, പ്രകൃതി നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുമെന്ന് പറയുന്ന വലിയ ആശയം ഈ പാഠഭാഗം നമ്മോട് പറയുന്നുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്: ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗം ഏതു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തത്? നരോധ്യപാഠയിൽ നിന്നുള്ള ബസ്, അല്ലെങ്കിൽ നരോധ്യപാഠയിൽ നിന്നുള്ള ബസ് എന്ന കൃതിയിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം: ഡാലി അമ്മൂമ്മയുടെ കൂട്ടുകാരിയായ പുഴയുടെ പേരെന്ത്? കിള്ളിയാർ, അല്ലേ? വൺ വേർഡാണ്. ഡാലി അമ്മൂമ്മയുടെ സുഹൃത്താരാണ്? കിള്ളിയാർ എന്ന് പറയുന്ന പുഴയാണ്. ആ ചോദ്യം വരും.
പുഴ ആരെ അന്വേഷിച്ചാണ് ഇറങ്ങിയത്? പുഴ ആരന്വേഷിച്ചാണ് മക്കൾ ഇറങ്ങിയത്? പുഴ ഡാലിയമ്മൂമ്മയെ അന്വേഷിച്ചാണ് പുഴ ഇറങ്ങിയത് അല്ലേ? ഡാലിയമ്മൂമ്മയെ അന്വേഷിച്ചാണ് പുഴ ഇറങ്ങിയതെന്ന് കാണാൻ സാധിക്കും. ഡാലിയമ്മൂമ്മയെ അന്വേഷിച്ചാണ് പുഴ ഇറങ്ങിയത്. ഇനിയൊരു ചോദ്യം വരിക, എന്തായിരിക്കും അറിയാം മക്കളെ? ഉപന്യാസം വരാം. ഉപന്യാസം ചോദ്യമായി വരാം അല്ലേ? എന്താണ് ഉപന്യാസം വരാം? കൃഷിയെ അല്ലെ, കൃഷിയല്ല മക്കളെ, പ്രകൃതിയെ അല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം ചോദ്യം വരാം. അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്ന രീതിയിൽ ഉപന്യാസം വരാം. പിന്നെ മക്കൾ എന്തൊക്കെ ചോദ്യം വരും? പിന്നെ എക്സാമിന് എന്തൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാൻ സാധിക്കും? നമുക്ക് കുറിപ്പ് തയ്യാറാക്കുക, കുറിപ്പ് തയ്യാറാക്കുക, കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരും. എന്താണ് കുറിപ്പ് ചോദ്യം വരിക? എന്താണ് മനുഷ്യൻ പ്രകൃതി അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ് എഴുതുക, അല്ലെ കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതി അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്? കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരും മക്കളെ. ഇപ്പോൾ പ്രകൃതി അനുഭവിക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ഈ എക്സാമിന് പ്രതീക്ഷിക്കാട്ടോ. അടുത്തൊരു ചോദ്യം എന്താണ്? പുഴ ഡാലിയമ്മൂമ്മയുടെ വീട്ടിലേക്ക് എന്തിനെയാണ് കയറ്റി വെക്കുന്നത് അല്ലേ? പുഴ ഡാലിയമ്മൂമ്മയുടെ വീട്ടിലോട്ട് ഒന്നിനെ കയറ്റി വെക്കുന്നത്. എന്താണ്? പെരുമ്പാമ്പിൻ കുഞ്ഞിനെ, പെരുമ്പാമ്പിൻ്റെ കുട്ടിയെയാണ് ഡാലിയമ്മൂമ്മയുടെ വീട്ടിലോട്ട് ആര് കയറ്റി വെക്കുന്നത്? പുഴ കയറ്റി വയ്ക്കുന്നത്. അടുത്തൊരു ചോദ്യം, അവസാനം പുഴ ഡാലിയമ്മൂമ്മയെ കണ്ടെത്തിയപ്പോൾ ഉള്ള സന്ദർഭം എന്തായിരുന്നു? അവസാനം പുഴ ഡാലിയമ്മൂമ്മയെ കണ്ടെത്തിയ ആ സന്ദർഭം എന്തായിരുന്നു എന്നാണ് ചോദ്യം. പുഴ കര കവിഞ്ഞ് ഒഴുകി, നഗരം വെള്ളത്തിൽ മുങ്ങി. അവസാനം പുഴ ഡാലിയമ്മൂമ്മയെ തേടി എവിടെ എത്തി മക്കളെ? എവിടെ എത്തി മക്കളെ? ആ നഗരത്തിലെത്തി. പുഴ കര കവിഞ്ഞ് ഒഴുകി, നഗരം വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഈ പാഠഭാഗം എന്ന് പറയുന്നത് പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നു. ഡാലിയമ്മൂമ്മ പുഴയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ഒപ്പം തന്നെ പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുകയാണ്, പ്രകൃതിയെ മനുഷ്യൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവ് കൂടെയാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അതും കൂടി ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക, പ്രകൃതിയെ നമ്മൾ ഇല്ലാതാക്കരുതെന്ന് പറയുന്ന വലിയ ആശയം ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി പാഠഭാഗം വായിക്കുക, കൃത്യമായി പഠിക്കുക, ഈ എക്സാമിന് നല്ല പോലെ ഒരുങ്ങുക. എല്ലാവർക്കും എല്ലാ വിധത്തിലുമുള്ള ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.